നമസ്കാരം. ചീഫ് സെക്രട്ടറിയും ചീഫ് മിനിസ്റ്ററും തമ്മിൽ എന്ത്? സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ചീഫ് സെക്രട്ടറി എസ്.എം. വിജയാനന്ദനെ മറ്റുള്ള IAS-കാരുടെ മുന്നിൽ വെച്ച് മുഖ്യമന്ത്രി വിരട്ടിയെന്നും ചീഫ് സെക്രട്ടറി പിണങ്ങിയെന്നും കേൾക്കുന്നു. IAS-കാരോടൊപ്പം പരാതി പറയാൻ ചീഫ് സെക്രട്ടറിയും കൂടിയതാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത്. IAS-കാരുടെ ചീഫാണെങ്കിലും അസോസിയേഷൻ വികാരം ചീഫ് സെക്രട്ടറി പങ്കുവയ്ക്കാൻ പാടില്ലായിരുന്നു. ചീഫിനെ മറ്റുള്ളവരുടെ മുന്നിൽ വിരട്ടിയ മുഖ്യൻ്റെ നിലപാടും തെറ്റ്. മുഖ്യമന്ത്രി പിണറായിക്കാണെങ്കിൽ ചീഫായാലും മന്ത്രിയായാലും ആളുകളെ വിരട്ടിയാണ് ശീലം. ഉദ്യോഗസ്ഥരുടെ ചേരിപ്പോരിൽ സംസ്ഥാനത്ത് അപ്പാടെ ഭരണസ്തംഭനമെന്ന് പ്രതിപക്ഷവും. കാര്യം പറഞ്ഞേക്കാം, ഇത് തന്റെ സ്ഥാപനമാണെങ്കിലും ഒരുമാതിരി മുതലാളിത്തോട് കാണിച്ചാണ്ടല്ല കാലഘട്ടത്തിൽ ഒരുമാതിരി പെറ്റിഭൂഷയെ പോലെ താല്പര്യം. സിവിൽ സർവീസിനെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ, ഉന്നത ഉദ്യോഗസ്ഥരെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ മുഖ്യമന്ത്രി ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യം. ഒക്ടോബർ മാസത്തിൽ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ശീതസമരം, പരസ്പരമുള്ള വിഴുപ്പലക്കലും നടന്നിട്ട് മുഖ്യമന്ത്രി ഒരു കാഴ്ചക്കാരൻ റോളിലായിരുന്നു. ഗ്യാലറിയിലിരുന്ന് കളി കാണുകയായിരുന്നു ശ്രീ പിണറായി വിജയൻ ചെയ്തത്. ഈ സംഭവം ഇത്രയും വലിയ വഷളായതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. എനിക്കിത് കിട്ടണം. ഇവിടെ ഇപ്പൊ നീ മുതലാളി, ഞാൻ നിന്റെ പണിക്കാരനല്ലേ എന്ന് ഇയാളെ പിടിച്ചു അല്ലെങ്കിൽ വേണ്ട, ഇയാളുടെ പണ്ടാണെങ്കിൽ ജോലി ഞാൻ രാജിവെച്ചേക്കണം. കേരളത്തിൽ ഇതുവരെ EMS മുതൽ ഉമ്മൻചാണ്ടി വരെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു കാലത്ത് ഇതുപോലെ സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർ യോഗം ചേർന്നിട്ടുണ്ടോ? അവർ സമരത്തിൽ അതൊന്നും ശരിയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അത് വേറൊരു കാര്യം. അത്ര നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പാടില്ലായിരുന്നു. അത് നമ്മുടെ ദൗർബല്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ദൗർബല്യമാണ്. ശരി, നിന്റെ രാജിക്കത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിനക്ക് പിരിഞ്ഞു പോകാം. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ. എന്റെ ഗ്രാറ്റുവിറ്റി, പ്രവണമന്റ്, ബോണസ് എല്ലാം കൈയോടെ ഇപ്പൊ തന്നെ എനിക്ക് കിട്ടണം. ഇപ്പൊ തന്നെ കിട്ടണം. എനിക്ക് എത്ര ചെറിയ കാട്ടൂടെ? കിട്ടണം കിട്ടണം കിട്ടണം. ബോണസ്, ഗ്രാറ്റുവിറ്റി, അല്ലേ മുതലാളി? ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, ഞാൻ ശരിയായിക്കോളൂ. മിണ്ടരുത്. മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം ഇരിക്കുന്ന ഇപ്പൊ AKG സെന്ററിലല്ല, സെക്രട്ടേറിയറ്റിലാണ്. AKG സെന്ററിൽ ഇരുന്ന് അദ്ദേഹത്തിന് എന്തും ചെയ്യാം. പക്ഷേ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ ഭരണത്തെ നിയന്ത്രിക്കുവാനും വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമുള്ള ധാർമ്മികവും നിയമപരവുമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കണം. എടാ, കുറെ കാലമായി നിന്നെ ഞാൻ സഹിക്കുന്നു. അയ്യോ, ഞാനിനി ഇവിടെ എന്ത് പണി വേണമെങ്കിൽ ചെയ്തോളാം. ഇന്ന് മുതൽ മുതലാളിയാണ് ശരിക്കും മുതലാളി, ഞാൻ വെറും ചന്ദ്രൻ തൊഴിലാളി. പിണങ്ങി നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയെ അനുനയിപ്പിക്കാൻ ചില മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ശ്രമം നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയും അയഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ചീഫ് സെക്രട്ടറി തുടർന്നേക്കും. ദൈവമുണ്ട് ബേബി ചേട്ടാ, ദൈവമുണ്ട്. ഇല്ലടാ, അങ്ങനെ ഒരു പരിപാടിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ പോലെ ഒരു നന്ദി കെട്ടപ്പെട്ട് ഞാൻ ഇവിടെ പണിക്ക് വയ്ക്കൂ. അതെന്നെ ബേബി ചേട്ടാ ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണ. എണീക്കടാ. ഡിങ്കോൾഫി അല്ലേ? ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ഞാൻ തല്ലിപ്പൊളിയാണ്. മഹാന്മാരെ അടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണ് ഉടഞ്ഞു പോകുന്ന പറഞ്ഞ സത്യ ക്രിസ്പി. ഈ മനസ്സിൽ കുഷ്ഠം വെച്ചിട്ട് എത്ര ദൈവങ്ങളെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്റെ പൊന്നു നായിട്ട് അവരെ കരയിക്കട. ബേബി ചേട്ടനല്ലേ? ഈ IAS-കാർക്ക് പ്രത്യേക കൊമ്പൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന മന്ത്രിയാണ് G. സുധാകരൻ. ബിരുദ പഠനം കഴിഞ്ഞ് ആർക്കും എഴുതി ജയിക്കാവുന്ന പരീക്ഷ G. സുധാകരന് വേണമെങ്കിലും എഴുതി പാസ്സാവാമായിരുന്നു. സിവിൽ സർവീസ് അത്രമാത്രം മഹത്വമുള്ള പണി എന്ന് അദ്ദേഹം കരുതിയില്ല. അന്ന് എഴുതി ജയിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ IAS-കാരെ വിരട്ടാവുന്ന ഒരു മന്ത്രിയെ നമുക്ക് ലഭിക്കില്ലായിരുന്നു. നമ്മുടെ ഭാഗ്യം. And who the bloody freak are you? I asked you, who the freak are you to order things around here? അല്ല, IAS-കാരോട് മാത്രമല്ല, വേണ്ടാതിനം കാണിക്കുന്ന എല്ലാവരുടെയും കർശനമായ നിലപാടാണ്. IAS-കാരിൽ എത്രയോ പ്രഗത്ഭന്മാരുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എത്രയോ പക്ഷെ IAS കിട്ടുന്നതുകൊണ്ട് ആർക്കും പ്രാഗൽഭ്യം ഉണ്ടാവുന്നില്ലെന്നാണ് എൻ്റെ വാദം.
സ്റ്റെനോഗ്രാഫർ? യെസ്, യു വൺ. വെറും സ്റ്റെനോഗ്രാഫർ അല്ല, ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ. IAS IPS നാഷണൽ കേഡർ അവർ തമ്മിൽ പോരുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർ ആ സ്ഥാനത്തിന് യോഗ്യരല്ല. അവർക്ക് എന്ത് അവകാശമാണ്? അങ്ങനെ ട്രേഡ് യൂണിയൻ മോഡൽ സംഘടിക്കാൻ അവർക്ക് അവകാശമുണ്ടോ? ഇതൊരു അസോസിയേഷൻ മാത്രമാണ്, അതിന് വേറെ അവകാശങ്ങളൊന്നുമില്ല. അതിന് അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉന്നയിക്കാം. മുഖ്യമന്ത്രിയോടാണ് സംസാരിക്കേണ്ടത്. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. മുഖ്യമന്ത്രിയോട് സംസാരിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ട് തീർക്കുകയല്ല, ആളുകളാകാൻ വേണ്ടി പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്താൽ ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ. ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. IPS സംഘടിച്ചാലും IAS സംഘടിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ സമാന്തരമായ കേരള സർവീസ് ഇതിനും വേണേൽ ഉണ്ടാക്കാം. ഭരണഘടനാപരമായി യാതൊരു വിലക്കുമില്ല, അറിഞ്ഞിരിക്കണം. സമാന്തരമായ സർവീസ്. ഐ എം പ്രിജുഡിസ്ഡ്. എനിക്ക് മുൻവിധികളുണ്ട് ഈ നാടിനെ കുറിച്ച്. പക്ഷേ മെറ്റ്കാഫ് ഹൗസിൽ നിന്നും സായിപ്പ് ഉപേക്ഷിച്ചു പോയ ഗോൾഫും ബ്രിഡ്ജും ബില്യാർഡ്സും തീൻമേശ മര്യാദകളും പഠിച്ചിറങ്ങിയാൽ എല്ലാം തികഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്നെ പോലുള്ള സ്മഗുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. IAS പകരം സമാന്തര സർവീസ് ഉണ്ടാക്കാൻ സംസ്ഥാനത്ത് എന്താ കുഴപ്പം? ഞാൻ കേന്ദ്രത്തിൽ നിന്ന് വരുന്നവരെ വേണ്ടെങ്കിലോ? അല്ലെങ്കിൽ സ്കെൽട്ടൺ സ്റ്റാഫിനെ നിലനിർത്തും. അപ്പോൾ അതിലേക്കൊന്നും ഞങ്ങളാരും പോകുന്നില്ല. അതല്ല പറയുന്നത്. ആരും ഭീഷണിപ്പെടുന്നത് ഒരു ജനാധിപത്യ സംസ്ഥാനമാണ്, രാജ്യമാണ്, ഭരണഘടനയുണ്ട്. എല്ലാവരും അതിന് കീഴിലാണെന്ന് കരുതിക്കൊള്ളണം. IAS ഇന്ത്യൻ ഭരണ സർവീസ്, ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? BA BSc BCom സെക്കൻഡ് ക്ലാസ് ഉണ്ടെങ്കിൽ ഏതൊരാളും IAS എഴുതാം. അതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. അത് മതി, ഗ്രാജുവേഷൻ മതി. സെക്കൻഡ് ക്ലാസ് വേണം, ആർക്കും എഴുതാം. പലരും പോകാത്തതിൻ്റെ കാരണം അത്ര മഹത്തായ ഒരു തൊഴിലാണെന്ന് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. മന്ത്രിമാർക്ക് ചരമപ്രസംഗം എഴുതി കൊടുത്തും സെക്രട്ടേറിയറ്റിലെ ഗുഹകളിൽ നിന്ന് ജനങ്ങളോട് നിഴൽ യുദ്ധം നടത്തിയും സമാധി അടയുന്ന ഓരോ IAS വിഴുപ്പിന്റെയും റോൾ അത് തന്നെയാണ്. ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ. എന്നാൽ മോശപ്പെട്ട തൊഴിലല്ല ആണെന്ന് പറഞ്ഞിട്ടില്ല. എന്താ ഒരു ശാസ്ത്രജ്ഞനാവുന്ന മോശപ്പെട്ട കാര്യമാണ്? ഒരു കോളേജ് അധ്യാപകനാവുന്ന മോശപ്പെട്ട കാര്യം? ഒരു ബാങ്ക് ഓഫീസറാവുന്ന മോശപ്പെട്ട കാര്യമാണ്? ഒരു വലിയ കമ്പനിയുടെ ബിസിനസ് മാനേജർ മോശപ്പെട്ട കാര്യം? അതെല്ലാം നല്ല കാര്യമാണ്. അതുപോലൊരു കാര്യം മാത്രമാണത്. IAS അക്കാദമി വർഷാവർഷം മറവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. യുദ്ധം പ്രഖ്യാപിക്കുന്നതൊന്നും ശരി. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഗവൺമെൻറ് അഭിപ്രായം ഒന്നുമില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായമുണ്ട് ഈ കാര്യത്തിൽ. ഞാനീ പറയുന്ന അഭിപ്രായമൊന്നും ഗവൺമെൻറ് അഭിപ്രായത്തിന് ഘടകവിരുദ്ധമല്ല. ഗവൺമെൻറ്റിന് ഇതിനപ്പുറം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഗവൺമെൻറ് അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ യുദ്ധകാഹളമൊന്നും മുടക്കേണ്ട കാര്യമില്ല. അഴിമതിക്കും ചേരിപ്പോരിനുമല്ല, ഭരണചക്രം തിരിക്കുന്ന സത്യസന്ധരായ ഉദ്യോഗസ്ഥരാവാൻ ഒട്ടേറെ വിദ്യാർത്ഥികൾ സിവിൽ സർവീസ് മോഹിച്ച് പഠിക്കുന്നുണ്ട്. മന്ത്രി പറഞ്ഞല്ലോ, ശാസ്ത്രജ്ഞരെക്കുറിച്ച്, അധ്യാപക ജോലിയെക്കുറിച്ച്, ബാങ്ക് ഉദ്യോഗത്തെക്കുറിച്ച്, കമ്പനി മാനേജരെക്കുറിച്ച്. സമർത്ഥരായ വിദ്യാർത്ഥികളൊക്കെ ഈ ജോലികളിലേക്കും IAS എടുക്കാനും പോകുന്നു. എന്തേ ഉദ്യോഗസ്ഥരെ പോലും വിരട്ടാൻ കഴിയുന്ന രാഷ്ട്രീയക്കാരാവാൻ കൊള്ളാവുന്ന പിള്ളേരാരും വരുന്നില്ല? രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കേണ്ട കാര്യമാണിത്. മുമ്പ് ദേവസ്വം മന്ത്രിയായിരുന്ന G. സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിട്ടും ശബരിമലയെ മറന്നിട്ടില്ല. ശബരിമലയ്ക്കുള്ള പൊതുമരാമത്ത് റോഡുകളൊക്കെ യഥാസമയം പണിതു. മകരവിളക്ക് ഒരുക്കങ്ങൾ കാണാൻ മന്ത്രി സന്നിധാനത്തെത്തി. ഭക്തനായല്ല, മന്ത്രിയായി മാത്രം. ഇതിന് മാത്രം പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ലേ. ആദ്യമായതുകൊണ്ടാ. അതെന്താ? അടുത്ത തവണ വരുമ്പോ ഈ മലയൊന്നും ഇവിടെ ഉണ്ടാവില്ലേ? ഇനി മല കുറേ ചവിട്ടണോ? കയറ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ തമിഴ്നാട്, കർണാടക, ആന്ധ്രയാണ് വരുന്നവരുടെ. 70% അവിടെ നിന്നാണ്. മലയാളികളുടെ 20% ഉള്ളൂ. ഒരു 10% മറ്റെല്ലാ സ്റ്റേറ്റിൽ നിന്നും കൂടി വരും. വരുമാനം അങ്ങനെ തന്നെയാണ്. അപ്പോൾ വളരെ വിജയകരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മിനിസ്റ്ററായിരുന്നപ്പോൾ ഇവിടെ സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുമ്പോൾ രാത്രി 9 മണിക്ക് ശ്രീ പനിനീർ സെൽവോടെ വന്നു. അന്ന് അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയല്ല, അത് സാധാരണക്കാരനെ പോലെ അദ്ദേഹം വന്നു സംസാരിച്ചു, എന്നോട് സംസാരിച്ചു. അപ്പോൾ ക്രമീകരണങ്ങളെ പറ്റിയൊക്കെ വളരെ സന്തോഷത്തിൽ പറഞ്ഞു. മിനിസ്റ്റർ ഇത് തന്നെ അധികമാണ്, ഇത്രയും പാടില്ല സൗകര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾക്ക് നിലത്ത് കിടന്നാൽ മതി,
ഞങ്ങൾ പാപിരിച്ച് കിടന്നോളാം, ഞങ്ങൾക്ക് സാധാരണ കഞ്ഞി മതി, ഞങ്ങൾ അതിനാണ് വരുന്നതെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ കേരളത്തിലാണ് എല്ലാ സൗകര്യവും വേണമെന്നുള്ള വാദം. ഭക്തരെ 18-ാം പടി കയറ്റുമെങ്കിലും കോടതി വിധിയുടെ ബലത്തിൽ തൃപ്തി ദേശായി വന്നാൽ ശബരിമലയിൽ കടത്താൻ മന്ത്രി തയ്യാറല്ല. അത് വാദപ്രതിവാദം, അത് സുപ്രീം കോടതി തീരുമാനിച്ചാണ്. ആരെ നിർബന്ധിച്ച് കയറ്റുക, നിലവിലുള്ള ആചാരങ്ങളില്ലെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല. നിലവിലുള്ളതെല്ലാം പാലിക്കും. നിലവിലുള്ളത് തൃപ്തി ദേശായി അല്ല, ഇനി എന്ത് ദേശായി വന്നാലും നിയമമായിരിക്കും. അത്രേ പറയാനുള്ളൂ. നേരെ പറഞ്ഞ് ഈ കോസ്റ്റിന് വേണ്ടിയുള്ള ആശയപരമായ പോരാട്ടത്തെ അവർ ദുർബലപ്പെടുത്താനാണ് പോകുന്നത്. തീവ്രവാദപരമായ നിലപാട് ശരിയല്ല. ഇത് സുപ്രീം കോടതിയിൽ വാദപ്രതിവാദം നടത്താൻ ധൈര്യം, അവിടെ പോയി വാദിക്കണം. അതിന് മുമ്പ് ചാടുന്നതിനാ? ശബരിമലയിൽ വെച്ചായാലും റോഡുകളെക്കുറിച്ചും റോഡിലെ ടോളുകളെക്കുറിച്ചും പറയുമ്പോൾ മന്ത്രിക്ക് 100 നാവാണ്. എന്ത് നഷ്ടമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് നഷ്ടം? ഒരു മേൽപ്പാലം പണിയണം, അല്ലെങ്കിൽ റോഡ് പണിയണം, ഒരു പാലം പണിയണം. ജനങ്ങൾക്ക് വേണ്ടി പണിഞ്ഞതല്ലേ? ബഡ്ജറ്റിൽ പണം വെച്ചിട്ടുള്ളതല്ലേ? ഈ ബഡ്ജറ്റിലെ പണം എവിടുന്ന? ഈ പണം ജനങ്ങൾ തന്ന പണമല്ലേ? അത് ധനകാര്യമന്ത്രിയുടെ പണമാണോ? ഞാൻ പാലം പണിയുന്നത് എൻ്റെ പണമാണോ? ജനങ്ങളുടെ പണമാണ്. ജനങ്ങൾ പണം തന്നു കഴിഞ്ഞാൽ പിന്നെന്താണ് ജനങ്ങളോട് ചുങ്കം പിരിക്കുന്നത്? പറയൂ, നിങ്ങൾ പറയൂ. ജനങ്ങളുടെ പണം കൊണ്ട് ബഡ്ജറ്റിൽ വെച്ച് പാലം പണിഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തിനാണ് ട്രോള് പിരിക്കുന്നത്? പിന്നെന്താ ജനങ്ങൾ രണ്ടാമത് നികുതി തരുന്നത് എന്തിനു വേണ്ടി? ഇത് സമാധാനം പറയണം. എന്ന് മാത്രമല്ല, ട്രോളിൻ്റെ കള്ളക്കണക്കുകളാണ് ട്രോളിൻ്റെ മുഴുവൻ. ഇല്ലാത്ത കണക്കാണ് പറയുന്നത്, ഇല്ലാത്ത ചെലവുകളാണ്. ഞാൻ നേരിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് പറയാം. ചില ആളുകൾ പണം ഉണ്ടാക്കാൻ വേണ്ടി പല വൃത്തികേടുകളും കാണിക്കുന്നു. മറ്റു ചിലരോ ഇതുപോലെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ വെറുതെ കളഞ്ഞിട്ട് സ്വയം ഈശ്വരനിൽ അർപ്പിക്കുന്നു. മായാന്നല്ലാതെ എന്ത് പറയാ. ഇതേ സന്നിധാനത്ത് വെച്ച് തന്നെയാണ് മന്ത്രി IASകാരെ ശകാരിച്ചതും. മന്ത്രി മല ഇറങ്ങിയിട്ടുണ്ട്. ഇനി പറയുന്നത് വരും ദിവസങ്ങളിൽ കേൾക്കാം. ഇപ്പോൾ വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. കടന്നപ്പള്ളിയിലെ കലാകാരൻ. ഇടവേളയ്ക്ക് ശേഷം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം. ഒരു 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ എന്താ തരണ്ടേ?